അപ്പം അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഏകദേശം ഒരു 4 വർഷത്തിനൊക്കെ മുമ്പ് സ്ഥിരം പോകുന്ന സ്ഥലമായിരുന്നു ഈ ഷോറൂമുകളെന്നൊക്കെ പറയുന്നത്. അപ്പോൾ വീട്ടിൽ കുറച്ച് നാളിന് ശേഷം ഷോറൂമിലേക്ക് പോവുകയാണ്. വീണ്ടും ഒരു പുതിയ വണ്ടി എടുക്കാൻ പോവാണ്. എന്ത് തരം അപ്ഡേറ്റ് ആണ് എന്ന് ഓൾറെഡി നിങ്ങൾക്ക് തമ്മിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണും. അപ്പം ഈ കാലഘട്ടത്തിൽ അനുയോജ്യമായ മാറ്റത്തിലേക്ക് ഞാനും ചുവട് വയ്ക്കുകയാണ്. അപ്പോൾ ഇലക്ട്രിക്കിലേക്ക് മാറാം. എക്സ്പൾസിൽ നിന്നും ഇനിയും ഇന്ത്യാസ് ഫസ്റ്റ് SUV ഇലക്ട്രിക് സ്കൂട്ടർ എന്നൊക്കെ പറയപ്പെടുന്ന വണ്ടിയെ കാണാനായിട്ട് നമ്മൾ ഷോറൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഷോറൂമിൽ എത്തിക്കഴിഞ്ഞിട്ട് ആ വണ്ടിയുടെ ബാക്കി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കാണാം. നമ്മളിതങ്ങനെ കോട്ടയം ഷോറൂമിലാണ് എത്തിച്ചേർന്നത്. വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിക്കാനായിട്ട് തന്നെയാണ് ഇവിടെ എത്തിയത്. നമ്മുടെ അടുത്ത് കൊല്ലത്തും കോട്ടയത്തുമാണ് ഷോറൂം ഉള്ളത്, പിന്നെ എറണാകുളത്ത്. ഇവിടെ വന്നപ്പോൾ തന്നെ 3 വണ്ടി വെളിയിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കിട്ടിയത് റെഡ് വണ്ടിയായിരുന്നു ടെസ്റ്റ് ഡ്രൈവിന്. നമ്മൾ വണ്ടി എടുത്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ എന്ന് സംഭവം ഇത്രേ ഉള്ളൂ. ഓടിച്ചിട്ടുള്ള ബൈക്ക് സ്പീഡ് അത് ഒരു മോഡായതുകൊണ്ട് കുടിക്കും. ക്ലിയറൻസ് ഇല്ല. വണ്ടി എടുക്കാൻ വന്നപ്പോൾ തന്നെ 2 നെഗറ്റീവ്സാണ് നമ്മൾ ഫസ്റ്റ് റെക്കഗ്നൈസ് ചെയ്തത്. ആ 2 നെഗറ്റീവ്സും നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെ വേണമല്ലോ വണ്ടി എടുക്കാൻ. ഫസ്റ്റ് ഓഫ് ഓൾ, ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്ന സാധനമേ ഇല്ലാത്തൊരു ഫീല്. 2 പേര് യാത്ര ചെയ്യുമ്പോൾ സെൻട്രൽ സ്റ്റാൻഡ് വന്നിരിക്കുന്നുണ്ട്. സെൻട്രൽ സ്റ്റാൻഡ് വെച്ചില്ലെങ്കിൽ വണ്ടി പക്കയാണ്. പക്ഷേ സെൻട്രൽ സ്റ്റാൻഡ് വിഷയമാണ്. സെൻട്രൽ സ്റ്റാൻഡ് പക്ഷേ ഒരു ആക്സസറിയുമല്ല, നമുക്ക് വണ്ടി മേടിക്കുമ്പോൾ തന്നെ എൻ്റെ കൂടെ കിട്ടുന്നതാണ്. മിക്കവാറും നമ്മൾ അത് അഴിച്ച് കളയേണ്ടി വരും. രണ്ടാമത്തത്, എക്കോ മോഡ് വൻ പരാജയമാണ്. എക്കോ മോഡ് പരാജയമാണ് എന്ന് ഫീൽ ചെയ്യുന്നത് എക്സ്പൾസ് പോലുള്ള വാഹനങ്ങൾ ഓടിക്കുന്ന ഞങ്ങളെപ്പോലുള്ള യങ്സ്റ്റേഴ്സിന് ആ ഒരു മോഡ് സ്യൂട്ടാവത്തില്ല. ബട്ട് നമ്മൾ റേഞ്ച് നോക്കി പോകുമ്പോൾ എക്കോ മോഡ് കിട്ടില്ല. വണ്ടിയുടെ ഓവറോൾ ലുക്ക് ഒരു രക്ഷയില്ല. അത് ഈ വിൻഷീൽഡും ഫ്രണ്ടിലത്തെ ആ സ്ക്വയർ കണ്ണ് പോലുള്ള ലൈറ്റ്, എനിക്ക് മിനിയൻസിനെയൊക്കെയാണ് ഈ ലൈറ്റും ഈ വണ്ടിയുടെ കളറുകളും ഒക്കെ കാണും. ആ ഒരു മഞ്ഞ കളറുകളാണ് മൊത്തത്തിൽ ആ ഒരു ലുക്ക് കറക്റ്റ് നമുക്കൊരു യങ്സ്റ്റേഴ്സിന് പറ്റിയ വണ്ടി. എനിക്ക് ലുക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്ന വണ്ടി. വെയിറ്റും ആവശ്യത്തിനുണ്ട് വണ്ടി. ഏത്തറോ ഓലയോ പോലെ വെയ്റ്റ്ലെസ് അല്ല വണ്ടി. അത്യാവശ്യം നല്ല 15 ഇഞ്ചസിൻ്റെ വീൽസ് വരുന്നുണ്ട്. ട്യൂബ്ലെസ് ടയേഴ്സാണ് വണ്ടിയിൽ വരുന്നത്. മീറ്റർ കൺട്രോളിൽ അത്യാവശ്യം ഡീറ്റെയിൽസ് ഇൻക്ലൂഡഡ് ആണ്. സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ഏറ്റവും ശ്രദ്ധിച്ചത് ഈ കൊടുത്തിരിക്കുന്ന ആ ഒരു ഗാർഡുകളാണ് സൈഡിൽ. അവിടെ നമ്മൾ ടൈറ്റ് സ്പേസിലൂടെ പോയാൽ പോലും നമ്മുടെ വണ്ടിക്ക് സ്ക്രാച്ചസ് വരുന്നില്ല. അതേപോലെ താഴെ ഒന്നും അറിയാതെ വീഴാനും സ്ക്രാച്ചസ് വരാത്ത ഗാർഡ്സ് കൊടുക്കും. ഈ ബാക്ക് റെസ്റ്റ് വരുന്ന രീതിയിലുള്ള ഗ്രാബ് റെയിൽസ് വരുന്നു. ഒരുപാട് ആക്സസറീസ് ഈ വണ്ടിക്ക് വരുന്നുണ്ട്. ഇതെല്ലാം അഡീഷണൽ ആക്സസറീസാണ്. ഈ സൈഡിലത്തെ സീറ്റിൻ്റെ താഴെ കാണുന്ന ആ സൈഡിലത്തെ ഗ്രില്ല് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ്. പക്ഷേ ബാക്കിലത്തെ ഗ്രാബ് റെയിൽ, ഫ്രണ്ടിലത്തെ വിൻഷീൽഡ്, അങ്ങനെ ആക്സസറീസിൻ്റെ മാത്രം ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് തരാം. ഓവറോൾ എനിക്ക് ലുക്ക് വൈസും ആ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ ലുക്ക് തന്നെയാണ് ഏറ്റവും ഫസ്റ്റ് തന്നെ നിൽക്കുന്നത്. നമുക്കൊരു യുണീക്ക് ലുക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ബൾക്കി ആയിട്ടുള്ള അതിൻ്റെ ടാഗ് ലൈൻ പോലെ SUV ടൈപ്പായിട്ടുള്ളൊരു ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഓല എടുക്കാൻ പോകുമ്പോഴായാലും ഏത്ര എടുക്കാൻ പോകുമ്പോഴായാലും നമുക്ക് വണ്ടി ഷൂട്ട് ആകുമോ എന്നുള്ളത്. അതേപോലെ ഈ വണ്ടിയിലേക്ക് വരുമ്പോൾ നമുക്ക് സ്കൂട്ടേഴ്സ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും നമുക്ക് സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റോറേജിൻ്റെ പർപ്പസിലാണ്. ഇതിൽ ഫ്രണ്ടിലത്തെ നമുക്ക് 2-3 ചാക്കൊക്കെ അടുക്കി വെച്ച് പോകാൻ പറ്റുന്ന ഫീലാണ്. ഇനി ഇൻ കേസ് അങ്ങനെ പോകുമ്പോൾ നമ്മൾ കാല് ചവിട്ടാൻ അവിടെ ഓപ്ഷൻ ഉണ്ട്. അഡീഷണൽ ഒരു ഫുട്ബോൾ സ്റ്റാൻഡ് അതും കാലിൽ നല്ല നീളമുള്ള റൈഡർക്കാണ് അടിപൊളിയായിട്ട് റൈഡ് ചെയ്യാൻ പറ്റും. ഇനി അണ്ടർ സീറ്റ് സ്റ്റോറേജിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിനല്ല അതിലധികം സ്റ്റോറേജ് ഉണ്ടെന്ന് പറയും. 2 ഹെൽമെറ്റ് ക്യാരി ചെയ്യാം എന്ന് പറയുന്നതാണ് ഞാൻ ഏറ്റവും വലിയ. ഇൻ കേസ് നമ്മൾ പോകുന്ന വഴി നമുക്ക് ഒരാൾക്ക് വിറ്റ് കൊടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ ഫ്രണ്ട് സ്റ്റോറേജ് കുറവാണ്. പക്ഷേ ആവശ്യത്തിനുള്ള സാധനങ്ങൾ കൂടുതൽ നമുക്ക് എളുപ്പത്തിൽ എടുക്കാനായിട്ട് പേഴ്സോ ഫോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള സാധനങ്ങൾ വേണമെങ്കിൽ ഇതിനുള്ളിൽ നമുക്ക് വെക്കാൻ പറ്റും.
ഈ ചാർജിങ് പോർട്ട് വരുന്നത് സൈഡിലാണ്. ഇത് ഓപ്പൺ ചെയ്യുന്നത് ഇച്ചിരി ടാസ്ക്കാണ്. ഇതൊരു നെഗറ്റീവായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മൾ ഡെയിലി ഈ സാധനം ചാർജ് ചെയ്യുന്നതാണ്. സോ ഇതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ പറയുന്ന റേഞ്ച് 110, 90, 75 എന്നൊക്കെയാണ്. എനിക്ക് തോന്നിയിട്ട് ഞാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 75 റേഞ്ച് വരത്തുള്ളൂ. റഷ് മോഡായിരിക്കും മിക്കവാറും. ആ ഒരു എക്സ്പൾസിനോടൊപ്പം തന്നെ നിൽക്കുന്നുണ്ട് ആ ഒരു റഷ് മോഡ്. 3 മോഡ്സാണ് അതിനകത്ത്. അപ്പോൾ റൈഡ് ഫസ്റ്റ് മോട്ടോർ ഓണാക്കണം. വൻ പരാജയമാണ്. ആ മോഡ് നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ആവുന്നേ. ഇൻ കേസ് നമുക്ക് റേഞ്ച് വേണമെന്ന് ചിന്തിക്കുമ്പോൾ മാത്രം എക്കോ മോഡിനെ പരിശീലിച്ചാൽ മതി. ജസ്റ്റ് നമ്മൾ ഫിൽ സ്വിച്ച് സാധനത്തിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് നിന്നുമ്പോൾ നമ്മുടെ മോട്ടോർ പിന്നെ ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി മൂവ്. ഇതേ സെയിം സാധനം ഇതിനകത്ത് റിവേഴ്സ് ഓപ്ഷൻ ഉണ്ട്. അത് മോട്ടോർ ഓൺ ആയതിനു ശേഷം അതിൻ്റെ 3 കിലോമീറ്റർ ആ ഒരു ജസ്റ്റ് 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് ഫോർവേഡ് റിവേഴ്സ് സ്പീഡ് കിട്ടും. ഇതേ സെയിം സ്ഥലത്ത് തന്നെ ഫ്രണ്ടിലോട്ട് 3 കിലോമീറ്റർ സ്പീഡ്. ഇനി ഇൻ കേസ് നമ്മളൊരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ചരിഞ്ഞ പ്രതലത്തിൽ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഹിൽ ക്ലൈംബ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മോഡ് ഓൺ ആവും. ബ്രേക്ക് പിടിച്ചാൽ നമുക്കത് ഓഫ് ആവും. അങ്ങനെ അത്യാവശ്യം ഒരു വണ്ടിക്ക് വേണ്ട ബേസിക് ഫീച്ചേഴ്സ്, ബേസിക് എന്ന് പറയാൻ പറ്റില്ല, അതിനെക്കാട്ടി കുറച്ചുകൂടി അഡീഷണൽ ഫീച്ചേഴ്സ് കൂടി ഈ ഒരു വണ്ടിയിൽ ലോഡഡാണ്. ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ എന്നുള്ളത് കൺസിഡറേഷനിൽ എടുത്താൽ മതി. കാരണം നമുക്ക് ആദ്യമായിട്ടൊരു വണ്ടി കാണുമ്പോൾ ഇപ്പം ഏത്തറും ഓലയും ഞാൻ ചൂസ് ചെയ്യാത്ത തന്നെ അതിൻ്റെ ഒരു ചെറിയ ഷേപ്പ് കൊണ്ടാണ്. അതിന് വലിപ്പം ഫീൽ ചെയ്തില്ല, വണ്ടിക്ക് വണ്ണം ഫീൽ ചെയ്തില്ല. ഇപ്പോൾ ഓടിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഒരു ചെറിയ ജീവിയുടെ മണ്ടയ്ക്ക് ഒരു വലിയ മനുഷ്യനിരുന്ന് പോകുന്ന ഫീൽ കിട്ടും എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ വണ്ടിക്ക് ഉള്ളിലാണ്, വണ്ടിക്ക് പുറത്തേക്ക് നമ്മുടെ ബോഡി പാർട്സ് അധികം പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വണ്ടി കുറച്ചുകൂടെ എനിക്ക് ഒരു ഫേവററ്റിസം ഇതിനോട് തോന്നുന്നുണ്ട്. എങ്കിലും ഡെയിലി ലൈഫിൽ വണ്ടി നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ വണ്ടി ഫുൾ പേയ്മെൻറ്റ് അടച്ച് വെളിയിലിറക്കി നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ടുള്ള അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. വണ്ടി എങ്ങനെയുണ്ട് ഒരു 2 ദിവസമൊക്കെ നമുക്ക് ജസ്റ്റ് നല്ലതുപോലെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്രോബാക്സും അതിൻ്റെ ബെനിഫിറ്റ്സും എല്ലാം നല്ലതുപോലെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഏറ്റവും വലിയൊരു ഡ്രോബാക്സ് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിക്കുമ്പോൾ നമ്മുടെ അടുത്തൊരു സർവീസ് സെൻറ്റർ ഓപ്ഷൻ എപ്പോഴും വെച്ചിരിക്കണം. ആ കാര്യത്തിനെ പറ്റി ഇവരോട് സംസാരിച്ചപ്പോൾ ഇവർക്ക് റോഡ് സൈഡ് അസിസ്റ്റൻസ് എന്നൊരു പറഞ്ഞ പ്രോഗ്രാമുണ്ട്. അതിന് അഡീഷണൽ എന്തോ ഒരു പേയ്മെൻ്റ് ഉണ്ട്, അത് വ്യക്തമായി ഞാൻ ഓർക്കുന്നില്ല. ആ പേയ്മെൻറ്റിലൂടെ നമുക്ക് വീടിന് ഷോറൂമിന് 50 കിലോമീറ്റർ പരിധിയിൽ വരെയാണെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് സംഭവിച്ചാൽ അവിടെ വന്ന് ശരിയാക്കാൻ പറ്റുന്നതാണെങ്കിൽ അവിടെ വന്ന് ശരിയാക്കുകയും അതല്ല വണ്ടി കൊണ്ടുവരണമെങ്കിൽ 50 കിലോമീറ്ററിനുള്ളിൽ ഇവർ വണ്ടി കൊണ്ടുവരികയും അവർ ഫ്രീ ഓഫ് കോസ്റ്റിൽ എടുത്തുകൊണ്ട് വരികയും ചെയ്യും. ഇനി 50 കിലോമീറ്ററിന് അപ്പുറമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബാലൻസ് വരുന്ന കിലോമീറ്ററിൻ്റെ എമൗണ്ട് എത്രയാണോ അത് മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതിയാകും. പിന്നെ 3 ഇയർ വാറൻറ്റിയാണ്, 30,000 കിലോമീറ്റർ. വണ്ടി നമുക്ക് 5 കളർ വേരിയൻസിൽ അവൈലബിൾ ആണ്. റെഡ്, യെല്ലോ, ഗ്രേ, വൈറ്റ്, പിന്നെ ഒരു ബ്ലൂ. അപ്പം ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ് ഈ കണ്ടത്. ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള നെക്സ്റ്റ് യൂസർ എക്സ്പീരിയൻസ്ഡ് വീഡിയോ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ.